പ്രിയ കൂട്ടുകാരെ, സ്വാഗതം. സ്കൂൾ തുറക്കുവാണല്ലോ. അപ്പോൾ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവവും ഭയങ്കര ബഹളവും ഉത്സവ പ്രതീതിയാണ് എല്ലായിടത്തും. ഈ ഉത്സവം ഒരു വീട്ടിൽ കണ്ടതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കളർ പെൻസിലുകളും കുറച്ച് കഥപുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കാവുന്നത്. എന്നാൽ ഇതൊരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഓർത്തുകൊണ്ട് ഞാൻ ഒരു ദിവസം രാവിലെ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ അച്ഛൻ റബ്ബർ വെട്ടാൻ പോയിരിക്കുകയാണ്. അമ്മ ഇളയ കുഞ്ഞിന് കാലിൽ ഇഴയുന്ന കുഞ്ഞിന് പാല് ആറ്റി കുപ്പിയിലൊഴിച്ച് അവളുടെ സിദ്ധാന്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഥാനായകൻ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുട്ടി ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പോകാനുള്ള ദിവസം അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ ചെറിയൊരു വീട്, 2 മുറിയേ ഉള്ളൂ. അതിൽ ഒരു മുറിയിൽ നിറച്ച് സാധനങ്ങളാണ്. ട്രൈസൈക്കിളുണ്ട്, കുതിരയുണ്ട്, സ്കൂൾ ബാഗുണ്ട്, ബുക്കുകൾ, വാട്ടർ ബോട്ടില് എന്ന് വേണ്ട ആ മുറി നിറച്ച് ചെതറിച്ച് വാരി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് കിടന്നിട്ട് ഉണ്ണിക്കുട്ടൻ ഉരുളുവാണ്. അപ്പോൾ അമ്മ പറയുക, എൻ്റെ ടീച്ചറെ എന്ത് ചെയ്യാനാ, ഞങ്ങള് കടം വാങ്ങിച്ചും പണയം വെച്ചും എല്ലാം മടുത്തു. ഇവനെ ഒരു മീഡിയം സ്കൂളിൽ ചേർക്കാമെന്നുള്ള ആഗ്രഹത്തിന്, ഇവൻ 2 ഇംഗ്ലീഷ് പറയുന്ന കേൾക്കാമെന്നുള്ള ആഗ്രഹത്തിന് ഞങ്ങൾ തുടങ്ങിയതാണ്. അവിടുത്തെ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാം വാങ്ങിച്ചു. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കടം മേടിക്കുകയാണ് ചെയ്ത്. അപ്പോൾ അവന് മേടിച്ചുകൊണ്ട് വന്ന സ്കൂൾ ബാഗിൽ മിക്കി മൗസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉരുളൽ. അടുത്ത വീട്ടിലെ ജോസുമാൻ ഉണ്ടത്രേ മിക്കി മൗസിന്റെ ബാഗുണ്ട്. അവൻ ആ ബാഗ് വേണം. ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നുമല്ല. ചിലതിനൊക്കെ 1000 രൂപ വരെയൊക്കെ വിലയുള്ള ബാഗുകളുണ്ട്, അതിലും കൂടുതലുണ്ടെന്നും പറയുന്നത് കേട്ടു. ഇതുപോലെ വില കൊടുത്ത് ഈ റബ്ബർ വെട്ടി നടക്കുന്ന ദാമോദരന്, ഈ രാജിക്കാണെങ്കിൽ ജോലിയില്ല. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരെങ്ങനെ ഇത് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഈ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഇത്രയേറെ കോലാഹലം കൂട്ടേണ്ട കാര്യമുണ്ടോ? അതൊരു ഭാഷയല്ലേ. അത് നമുക്ക് നന്നായിട്ട് എല്ലാ സ്കൂളുകളിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ പഠിക്കും. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസം കുറെ കൂടെ വിനീതമാക്കാൻ പറ്റുകയില്ലേ? പ്രൈവറ്റ് സ്കൂളായിക്കോട്ടെ, ഗവൺമെന്റ് സ്കൂളായിക്കോട്ടെ, എവിടെയാണെങ്കിലും വിദ്യാഭ്യാസത്തിനൊരു വിനീത അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ലേ? കുട്ടികളും കുറച്ച് വിനീതരായിട്ട് വളരുകയല്ലേ? കുട്ടികൾ ഇങ്ങനെ വലിയ ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് വരാതെ അവരും കൂടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വളർന്നു വരികയല്ലേ? നമ്മൾ വിദ്യാഭ്യാസം വിനീതമാക്കേണ്ടതിന്റെ ആവശ്യം ഇനി പറയേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും നമുക്കൊരു സാധാരണ നിലപാട് കൈക്കൊള്ളാം. ഇതിന് ടീച്ചേഴ്സും സ്കൂൾ അതോറിറ്റീസും പേരൻസും എല്ലാവരും കൂടെ കൈകോർക്കണം. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് കൊണ്ടുവരാതെ അവരെ ശരിക്കും പഠിപ്പിച്ച് മിടുക്കരാക്കാൻ വേണ്ടി ഇത് നമുക്കൊരു ചെറിയ മിനുക്ക് പണിയായിട്ട് ആലോചിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റത്തിന് വേണ്ടി ഒരു മിനുക്ക് പണിയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.